കഴിഞ്ഞൊരു 4 to 5 ഇയേഴ്സിനുള്ളിൽ എത്രത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെയൊക്കെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു 40 വർഷം ഈ ഒരു മാർക്കറ്റ് ഡേറ്റ ഉള്ള ഒരു കമ്പനി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ലീഡിംഗ് മാനുഫാക്ചർ എന്ന നിലയ്ക്ക് മാരുതി സുസുക്കി ഇതുവരെ ഒരു ഇലക്ട്രിക് വാഹനം പുറത്തേക്ക് എടുക്കാത്തത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം ഈ ഒരു ആദ്യത്തെ ഇലക്ട്രിക് വാഹനം പുറത്തിറങ്ങുന്ന സമയം തൊട്ട് ഇത്ര നാൾ വരെ ഇതിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഒരു പുതിയ വാഹനം ഇറങ്ങി അല്ലെങ്കിൽ പുതിയൊരു കൺസെപ്റ്റ് നിലവിൽ വന്ന് കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്നും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം എത്രത്തോളം അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റോടെ മനസ്സിലാക്കി അതിനെ ഒരു പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയായിരുന്നു മാരുതി സുസുക്കി. അപ്പം അങ്ങനെ കിട്ടിയ ഒരു ഫൈനൽ പോളിഷ്ഡ് പ്രൊഡക്റ്റാണ് ഇതാ കിടക്കുന്ന ഈ വിറ്റാര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ കടാതിയിലുള്ള ഇൻഡെക്സ് നെക്സയിലാണ്. ഇവിടെ ഈ ഒരു വിറ്റാര ലോഞ്ചിനോടനുബന്ധിച്ച് വന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ടിൽ ആ ഒരു നെക്സയുടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു 3-point LED ഇൻഡിക്കേറ്റർ കം DRL കാണാം. ഇതുവരെ വേറൊരു നെക്സ റിലേറ്റഡ് വാഹനങ്ങളിലും കാണാത്ത രീതിയിലുള്ള ഡിസൈൻ ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടർ LED ലാമ്പ് കാണാം. സോ ഇവിടെ ഈ ഒരു ക്രോം കാര്യങ്ങളൊന്നും നൽകാതെ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ആണ് ലോഗോ നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ ഫ്രണ്ട് ഫേസിൽ ഏറ്റവും അഗ്രസീവായിട്ട് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ആ ഒരു ബമ്പറും അതിൻ്റെ ആ ഒരു എയർ ഡാം യൂണിറ്റ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ എയർ ഡാം യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ 2 ഫോഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. സോ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബമ്പറിൽ കാണാൻ സാധിക്കും. സോ ഇത്രത്തോളമാണ് ഈ ഒരു ഫ്രണ്ട് ഫേസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആ ഒരു നോർമൽ EV വെഹിക്കിൾസിൻ്റെ ആ ഒരു സ്റ്റാൻസ് അല്ലാതെ ആക്ച്വലി ഒരു അഗ്രസീവ് ഒരു SUV സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റാൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു ബോണറ്റിലും വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. സോ ഈ ഒരു വിൻഷീൽഡിൽ ഈ കാണുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു വാഹനം ADAS Level 2 എക്യുപ്പഡ് ആണ്. അതിൻ്റെ ആ ഒരു റഡാർ സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഈ ഒരു സൈഡ് പ്രൊഫൈലിലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാവുന്നത്. ഇത് ഫ്രണ്ട് സൈഡ് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മിഡ് സൈസ് SUV ഒരു സെഗ്മെന്റിലേക്കാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഈ സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണ്. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ ഒരു കാഴ്ച അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിഷൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാഡിങ്ങിലേക്കാണ്. ഒരു ക്ലാഡിങ് അത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഡോർ പാഡിൽ ഡോസിലൂടെ കയറി റിയർ വീലിൻ്റെ ക്ലാഡിങ് ആയിട്ട് നേരെ റിയർ ബമ്പറിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ 18 ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത് ആ ഒരു EV സ്റ്റൈലിഷ് കൈൻഡ് ഓഫ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ EV വാഹനങ്ങളും കാണുന്ന പോലെ EV സ്പെക്ക് ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു അലോയ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിററിൽ 360 ഡിഗ്രി ക്യാമറ അതിൻ്റെ ആ ഒരു മൊഡ്യൂളും ഒരു മിററിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു റിയർ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വാഹനം, അതായത് ഇന്ത്യയിൽ ഇറങ്ങാത്ത എന്നാൽ പുറത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊരു വാഹനത്തിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ ഈ ഒരു റിയർ പ്രൊഫൈലിന് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈപ്പർ യൂണിറ്റ് അതിൻ്റെ ഒരു വാഷർ യൂണിറ്റ് മേളിലുണ്ട്. അതുപോലെ ഡീഫോഗർ ഉണ്ട്. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന് അവിടെ കാണാം. അതുപോലെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ആ ഒരു വിട്ടിൽ നിന്നും നേരെ ഒരു കോമ്പാക്ട് സൈസിലേക്ക് ഒരു റിയർ പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു നെക്സയുടെ 3-point ആ ഒരു ലൈറ്റ് സെറ്റപ്പ് കാണാം. ഇതൊരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് അല്ല. ആക്ച്വലി ഇപ്പോൾ ഉള്ള EVകൾക്കും മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഒരു കണക്റ്റഡ് യൂണിറ്റ് ആണ് നൽകുന്നതെങ്കിൽ ഇതൊരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് അല്ല. ജസ്റ്റ് 3-point ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ആക്ച്വലി ഒരു സിൽവർ പ്ലേറ്റ് കളറിൽ സുസുക്കി ലോഗോയും അവിടെ ഈ വിറ്റാര എന്നുള്ള ലോഗോയും കാണാം. അതിലാണ് ഈ മാത്രം അവർ ബ്ലൂ കളറിൽ നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് എന്നുള്ള രീതിക്ക് ആ ഒരു ബ്ലൂ കളറിൽ ഈ കൊടുത്തിട്ടുണ്ട്. സോ താഴേക്ക് വന്നു ഈ ഒരു ബമ്പറും ആക്ച്വലി അത്യാവശ്യം ഒരു SUV സ്റ്റാൻഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു റഗ് സ്റ്റൈൽ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് എത്രയാണെന്ന് നോക്കാം. ഒരു
398 liters ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ബൂട്ട് സ്പേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇൻഫിനിറ്റിയുടെ ഒരു സബ് വൂഫർ സെറ്റപ്പ് കാണാം. ഇൻഫിനിറ്റിയുടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബൂട്ട് ലാമ്പ് ഉണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചാർജിങ് യൂണിറ്റ് കാര്യങ്ങളും വെക്കാനുള്ള സ്പേസും എല്ലാം ഉണ്ട്. എല്ലാം വളരെ ഒരു നമുക്ക് എവിടെ ടച്ച് ചെയ്താലും ആ ഒരു ക്വാളിറ്റി ബിൽഡിൻ്റെ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കും. മറ്റ് വാഹനങ്ങളെ പോലെ അല്ല, ഈ ഒരു വാഹനങ്ങളിൽ ഏത് ടച്ച് പോയിന്റ്സ് എവിടെ തൊട്ടാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ഒരു ബൂട്ട് ലിഡ് ക്ലോസ് ചെയ്യാനുള്ളൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി പാർട്സ് ട്രെയും കാര്യങ്ങളെല്ലാം നോർമൽ ബാക്കിയുള്ള മാരുതി വാഹനങ്ങൾ, ഈ സുസുക്കി വാഹനങ്ങളെ പോലെ തന്നെയാണ്. എന്നാലും മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡിൽ നമുക്ക് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇന്റർനാഷണൽ ലെവൽ ഓഫ് ക്വാളിറ്റി നമുക്കിത് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു വാഹനം ഇന്ത്യയിൽ നിർമ്മിച്ച് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ സ്പെക്ക് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ നിർമ്മിച്ച് ബാക്കിയുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിലുള്ള ക്വാളിറ്റി നമുക്ക് എവിടെ നോക്കിയാലും നമുക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വാഹനത്തിന് ഇന്റീരിയർ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ പാഡിലേക്ക് ഫസ്റ്റ് പറയാം. ഡോർ പാഡ് എന്ന് പറയുന്നത് ആക്ച്വലി മൾട്ടിപ്പിൾ എലമെന്റ്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഒരു ഡാർക്ക് ബ്രൗൺ കളറ് അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിന് മേളിലായിട്ടൊരു ഗ്രേ, ഒരു സിൽക്കി ഗ്രേ കളർ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു എലമെന്റ് ഒക്കെ നമ്മൾ എല്ലാ സുസുക്കി വാഹനങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഈ ഒരു ഡോർ നോബും കാര്യങ്ങളെല്ലാം എല്ലാ സുസുക്കി വാഹനങ്ങളും കാണുന്ന അതേ നോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ വളരെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾസ്, അതായത് നമ്മുടെ മിറർ കൺട്രോൾസ് കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചസും കാര്യങ്ങളെല്ലാം ആക്ച്വലി ഫുള്ളി പുതിയതാണ്. ഈ ഒരു സ്വിച്ചസ് നമുക്ക് വേറൊരു മാരുതി വാഹനങ്ങളും കാണാൻ സാധിക്കില്ല. ഇതിൽ പലരും നമ്മൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം സ്വിഫ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ബട്ടൺസ് ആണ് ബാക്കിയുള്ള, അല്ലെങ്കിൽ ഒരുപാട് പഴയ ബട്ടൺസ് ഇപ്പോഴും പുതിയ കാറുകൾ യൂസ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ആക്ച്വലി ഇത്തരത്തിൽ ബട്ടൺസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ട് പുതിയ മോഡലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കുഷനിങ് കാണാം. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ സെറ്റപ്പും കാര്യങ്ങൾ കാണാം. ഇതിന്റെ 4 വിൻഡോസും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി മിറർ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീറ്റ്, ഈ ഒരു ഡ്രൈവർ സൈഡ് സീറ്റ് ഒരു 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ്, ഈ ഡ്രൈവർ സൈഡ് സീറ്റും കോ ഡ്രൈവർ സീറ്റും നമുക്ക് ആക്ച്വലി വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അപ്പോൾ ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് യൂണിറ്റ് തൊട്ട് തുടങ്ങാം. സ്റ്റിയറിംഗ് യൂണിറ്റിൽ ആക്ച്വലി ഒട്ടനവധി, അതായത് ഇഷ്ടം പോലെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ADASന്റെ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിന്റെ കൺട്രോൾ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ മറ്റേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കൺട്രോൾസും നമ്മൾ ഇതിൽ നമുക്ക് കാണാം. കാര്യം മാരുതിയുടെ മറ്റ് പല വാഹനങ്ങളും നോക്കി കഴിഞ്ഞാൽ ഒരു അനലോഗ് മീറ്റർ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു നോബ് കാണാം, മീറ്റർ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഇതിൽ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള 10.25 2 ഇന്റഗ്രേറ്റഡ് സ്ക്രീൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമായിട്ടും ഒന്ന് MID ആയിട്ടും. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ കിട്ടും. ഈ ഒരു സ്റ്റിയറിംഗിന്റെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ റീഡിസൈൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സ്ക്വയറിഷ് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് പേരിലാണ് മാരുതി ഇതിനെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ആക്ച്വലി നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലെതർ റാപ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു AC വെന്റ് കാണാം. ഈ ഒരു സ്ക്രീൻ ആക്ച്വലി നല്ല റീഡബിൾ ആയിട്ടുള്ള നല്ല റെസൊല്യൂഷൻ ഉള്ള സ്ക്രീൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആക്ച്വലി ഇതൊരു സൺറൂഫ് അല്ല. ഇത് ആക്ച്വലി നമ്മൾ മറ്റു പല വാഹനങ്ങളിലും മൂൺ റൂഫ് അങ്ങനെയുള്ള പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. കാര്യം ഈ ഒരു സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൊള്ളാം. അതുപോലെ തന്നെ മൊത്തത്തിൽ ബ്ലാക്ക് തീമാണ്. ഈ ഒരു റൂഫും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇന്റീരിയറിന്റെ കളർ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക്, അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ, ഈ ഒരു മെറ്റീരിയൽ ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല, ഇത് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ AC വെന്റ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ 360 ഡിഗ്രിയുടെ ഒരു ബട്ടൺ കാണാം. ഈ ഒരു 360 ഡിഗ്രി വ്യൂ ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ കാണാം. അതുപോലെ ഇത്രയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭയങ്കര വലിയൊരു ലാർജ് എന്താ പറയുക ഒരു സെൻട്രൽ കൺസോൾ കാണാം. ഇതിൽ ആക്ച്വലി നമുക്ക് ആ ഒരു ട്രാൻസ്മിഷൻ സെലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി താഴേക്ക് താത്തിയിട്ട് റിവേഴ്സ്, അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ്, അതുപോലെ തന്നെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ, അതുപോലെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം വരുന്നത്. ഇവിടെ ആക്ച്വലി പാർക്ക് ബ്രേക്കിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് മറ്റേ ഇലക്ട്രിക് പാർക്കിന് അല്ലെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ഡ്രൈവ് മോഡ് സെലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി എക്കോ, അതുപോലെ തന്നെ നോർമൽ, സ്പോർട്സ് മോഡുകളെല്ലാം ഉണ്ട്. പ്രാക്ടിക്കലി നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് മേളിൽ ഇവിടെയായിട്ടൊരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ആക്ച്വലി AC-യുടെ കൺട്രോൾസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് വരുന്നത്. പക്ഷെ അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC-യുടെ കൺട്രോൾ നമുക്ക് ഇതിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി ഇവിടെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആ ഒരു വിൻഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ, ബ്ലോറിന്റെ സ്പീഡൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷന്റെ സംഭവങ്ങളെല്ലാം ഇവിടെ എന്താ പറയുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ, AC അഡ്ജസ്റ്റ്മെന്റും കൺട്രോളും എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ സെറ്റാക്കാൻ പറ്റുന്ന രീതിക്ക് അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം സീറ്റ് വെന്റിലേഷന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓഫ് 1 2 3 അങ്ങനെ പല ലെവൽസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്താ, ഇത് ആക്ച്വലി ഒരു വോളിയം കൺട്രോൾ കൊള്ളാം. ഈ ഒരു നോബ് ആക്ച്വലി വളരെ നന്നായിട്ടുണ്ട്. കാര്യം ഇതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. ഇത് ആ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന, അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ഫീൽ തരുന്ന ഇന്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. സീറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, ഒരു സെൻട്രൽ കൺസോൾ ആയിക്കോട്ടെ, എല്ലാം ആ ഒരു പ്രീമിയം സെറ്റപ്പിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു താഴെ ഈ ഒരു ഭാഗത്താണ് പവർ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങളും അതിനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയി വരുന്ന, ഒന്നും കാണിക്കാം, ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ആ ഒരു ഡാഷ് എന്താ പറയുക ഗ്ലോ ബോക്സ് കാണാം. ഇതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, കൂൾഡ് ഗ്ലോ ബോക്സ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് ഉണ്ട്, ഇവിടെ വാനിറ്റി മിറേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയാണെങ്കിലും ഒരു വാനിറ്റി മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മേളിൽ ആക്ച്വലി SOSന്റെ ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ലൈറ്റ്സിന്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ഇവിടെ ആക്ച്വലി നമുക്കൊരു നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒട്ടും ബിസി അല്ലാത്ത തരത്തിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ഡാഷ്ബോർഡ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഒരുപാട് കമ്പോണൻസ് ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും ഒട്ടും ബിസി അല്ലാത്ത രീതിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു ഡാഷ്ബോർഡിലും മറ്റ് നമ്മുടെ ഡ്രൈവർ ടച്ച് പോയിന്റ്സ് എല്ലാം കറക്റ്റായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റിയർ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഒരു കുഷനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഫ്രണ്ടിലും അങ്ങനെ തന്നെയാണ് ഫാബ്രിക് മെറ്റീരിയൽ. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ആ ഒരു പവർ വിൻഡോയുടെ സ്വിച്ച് കാണാം. ഒരു 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഫ്രണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സോ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോർ ആണ്. അതുകൊണ്ട് തന്നെ വലിയ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. തൈ സപ്പോർട്ട് ഒരു ലേശം കുറവുണ്ട്, എന്നാലും വലിയ കുറവെന്ന് പറയാനില്ല. നന്നായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന കുഷനിങ് ഉള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ 2 പവർ ഔട്ട്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ലാംപ്സ് കാണാം. സോ ഈ നടുക്കുള്ള ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ സീറ്റ് ജസ്റ്റ് ഇങ്ങോട്ട് ഫോൾഡ് ഓൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് ഡൗൺ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഈ ഒരു ഡിക്കിയിലേക്കുള്ള അല്ലെങ്കിൽ ബൂട്ടിലേക്കുള്ള ആക്സസും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സീറ്റ്, ബാക്കിലെ സീറ്റ് ആക്ച്വലി 40-20-40 എന്നുള്ള രീതിക്ക് നമുക്ക് മടക്കിയിടാം. അപ്പോൾ ഇതാണ് റിയർ സീറ്റിലെ കാര്യം. ഹെഡ് റൂമും കാര്യങ്ങളും എല്ലാം അത്യാവശ്യമുണ്ട്. ഞാൻ ആക്ച്വലി നല്ല സുഖമായിട്ടാണ്, അത്യാവശ്യം പൊക്കമുള്ളവരാണ്, വലിയ കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ടിനും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഹെഡ് റൂമും ഉണ്ട് വാഹനത്തിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ഈ ഒരു ഈ വിറ്റാര. ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ 3 വേരിയന്റുകളിൽ പുറത്തിറങ്ങുന്ന ഈ വാഹനത്തിന് 2 ബാറ്ററി പാക്കുകളാണ് ആക്ച്വലി മാരുതി സുസുക്കി കൊടുത്തിരിക്കുന്നത്. ഒരു 49 kWhന്റെയും ഒരു 61 kWhന്റെയും. അപ്പം ഈ 49 kWh ആക്ച്വലി 140 bhpയും 193 Nm ഓഫ് ടോർക്കും ആണെങ്കിൽ ഈ ഒരു 61 kWhന്റെ ബാറ്ററിയിൽ ആക്ച്വലി 173 bhpയും 193 Nm ഓഫ് ടോർക്കുമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹന റേഞ്ച് വരുന്നത് ആ ഒരു കുറഞ്ഞ ബാറ്ററി പാക്കിൽ ആക്ച്വലി ഒരു 400+ഉം അതുപോലെ തന്നെ ആ ഒരു കൂടിയ അതായത് ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേനും ഒരു 500+ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഇൻഡസ് മൂവാറ്റുപുഴ കടാതിയിലുള്ള ആ ഒരു ഷോറൂമിലാണ്. ഇവിടുത്തെ നമ്പറും അതുപോലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു ഏതെങ്കിലും വാഹനത്തെ സംബന്ധിച്ചുള്ള എൻക്വയറീസ്, നെക്സ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വിറ്റാരയോ അല്ലെങ്കിൽ ബെലനോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജറായിട്ടുള്ള സിജിലിൻ്റെ നമ്പറാണ്. അപ്പോൾ സിജിലിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായിട്ട് കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ബൈ.